സുഡാനിൽ സൈനിക വിമാനം തകർന്നു വീണ് 46 പേർ മരിച്ചു. ഖാർത്തൂം നഗരത്തിന് സമീപം ജനവാസ മേഖലയിലാണ് വിമാനം തകർന്നു വീണത്. വടക്കൻ ഒദർമാനിലെ വാദി സദാൻ സൈനിക വിമാനത്താവളത്തിന് സമീപമാണ് ഈ അപകടമുണ്ടായത്. പ്രജിൻ സി കണ്ണൻ വിവരങ്ങൾ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന്. പ്രജിൻ, അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അതിൽ മുഴുവൻ ആളുകളും അതിൽ പെട്ടിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിജയകുമാർ, ഈ സുഡാനിലെ തലസ്ഥാനമായ ഈ ഖാർത്തൂമിനടുത്തുള്ള ഒരു പ്രാന്തപ്രദേശത്താണ് ഈ രീതിയിൽ സൈനിക വിമാനം തകർന്നു വീണത്. ജനവാസ മേഖലയിൽ ഒരു വീടിന് മുകളിലേക്ക് സൈനിക വിമാനം തകർന്നു വീണു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തകർന്നു വീണതിന് തൊട്ട് പിന്നാലെ ആ സൈനിക വിമാനം തീപിടിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതിലാണ് ഈ സൈനിക ഉദ്യോഗസ്ഥരും ഒപ്പം അവിടുത്തെ ജനങ്ങളും ഉൾപ്പെടെ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇപ്പോൾ അവിടുത്തെ സൈനിക വിഭാഗം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ അപകടം ഉണ്ടായത്. ഇപ്പോഴാണ് ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തുന്നത്. നമുക്കറിയുന്നത് പോലെ സുഡാനിൽ ഒരു ആഭ്യന്തര കലാപം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. 2023 ഏപ്രിൽ തൊട്ട് അവിടെ ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും ഒപ്പം ഈ സുഡാനീസ് ആർമിയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്, ആഭ്യന്തര കലാപം നടക്കുന്നുമുണ്ട്. അതിനിടയിലാണ് ഈ രീതിയിലൊരു സൈനിക വിമാനം തകർന്നു വീണത്. വല്ല അട്ടിമറിയുമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമികമായി സൈന്യം തന്നെ പറയുന്നു ഇതൊരു ടെക്നിക്കൽ പ്രോബ്ലമാണ്, സാങ്കേതിക തകരാറ് കൊണ്ട് ഈ ടേക്ക് ഓഫിനിടെ ഉണ്ടായ ഒരു പിഴവാണ് ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടാക്കിയതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 19 പേർ മരിച്ചു എന്ന പ്രാഥമിക വിവരം ആദ്യം പുറത്തു വന്നിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് ഇപ്പോൾ 46 ഈ മരണസംഖ്യ ഉയർന്നിരിക്കുന്നത്. അതിലൊരു മേജർ ജനറൽ എന്ന റാങ്കിലുള്ള ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥനെ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണ വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എത്ര ജനങ്ങൾ കൊല്ലപ്പെട്ടു, എത്ര സൈനിക ഉദ്യോഗസ്ഥർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ വരും മണിക്കൂറിൽ മാത്രമായിരിക്കും പുറത്തു വരിക. എന്തായാലും ജനങ്ങൾ ഏറെ ഭീതിയായി, കാരണം രാത്രി ഏറെ വൈകിയാണ് ഈ അപകടം ഉണ്ടായത്. ടേക്ക് ഓഫ് നടന്ന ഉടനെ തന്നെ തകർന്നു വീഴുകയായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാലും റോയിറ്റേഴ്സ് നൽകിയിരിക്കുന്ന ഈ സൈനിക ഉദ്യോഗസ്ഥരുടെയൊക്കെ പ്രതികരണങ്ങൾ പ്രകാരം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ ഇതിൽ ഒരു സാങ്കേതിക പിഴവ് മാത്രമാണ് ഉണ്ടായത്. പക്ഷേ ഒരു ഉന്നത തല അന്വേഷണം ഈ ഘട്ടത്തിൽ നടക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് മറ്റെന്തെങ്കിലും അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഈ സൈന്യവും പാരാമിലിറ്ററി ഫോഴ്സും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കുറച്ചു നാളായി വളരെ ശക്തമായി തന്നെ തുടരുന്നൊരു സമയമാണ്. അതിനിടയിൽ ഒരു സൈനിക വിമാനം വീഴുന്നു, അതിനുള്ളിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരൊക്കെ കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മറ്റ് കാരണങ്ങൾക്കുള്ള പോസിബിലിറ്റി തീർച്ചയായും ഉണ്ട്. പ്രജി, അതുകൊണ്ട് തന്നെയാണ് അതിൽ ഒരു കൃത്യമായ ഒരു ഉന്നതതല അന്വേഷണം നടക്കേണ്ടതുണ്ട്. നിലവിലെ പ്രാഥമികമായ വിവരങ്ങൾ ശേഖരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ടെക്നിക്കൽ പ്രോബ്ലം, ഒരു സാങ്കേതിക പിഴവുണ്ടായി എന്ന് മാത്രമാണ്. അതാണ് ഈ ജനവാസ മേഖലയിലേക്ക് ഈ രീതിയിൽ ഈ സൈനിക വിമാനം തകർന്നു വീഴാൻ ഇടയാക്കിയതെന്ന പ്രാഥമിക വിവരം മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് അറിയാൻ കുറച്ച് സമയമെടുത്തു. പിന്നീട് ഈ തീപിടുത്തം ഉണ്ടായതുകൊണ്ട് അതിനടുത്തേക്ക് പോകാൻ ജനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞതുമില്ല. അത് മരണസംഖ്യ ഉയർത്തി എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. പിന്നീട് ഈ ഫയർഫോഴ്സ് അടക്കം എത്തിയാണ് ഈ തീ അണച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ മരണസംഖ്യ 46 ഈ അപകടത്തിൽ എന്ന വിവരങ്ങളും പുറത്തുവരുന്നത്. ഹാഷ്മി.